മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. വലിയ വാർത്തയായി കർണാടകയിൽ നിന്ന് വരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൌഡയുടെ മകനാണ് രേവണ്ണ. അദ്ദേഹം മന്ത്രിയായിരുന്നു കർണാടകയിൽ, പിന്നെ MP ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനാണ്, രേവണ്ണയുടെ മകനാണ് JDSന്റെ മുൻ MP ആയ 47-കാരൻ പ്രജ്വൽ ദേവഗൌഡ, അല്ലെങ്കിൽ പ്രജ്വൽ രേവണ്ണ ദേവഗൌഡ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ പേരിലുള്ള ആരോപണം 48 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ജോലിക്കാരിയെ അദ്ദേഹത്തിന്റെ ഹാസനിലുള്ള ഫാം ഹൗസിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ്. അവിടെ 2 പ്രാവശ്യം കൊണ്ടുപോയി പീഡിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മൈസൂരുള്ള വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ആ പീഡനത്തിന് ശേഷം ഈ വാർത്ത ഇവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ആ MP തന്നെ അത് രേഖപ്പെടുത്തി, അത് പ്രചരിപ്പിച്ചു. ഇലക്ഷൻ സമയമായപ്പം ഇതങ്ങ് എതിർകക്ഷികളായിരിക്കാം, ഇതങ്ങ് പ്രചരണത്തിൽ വന്നു. ഇവരെ പീഡിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ഇലക്ഷൻ സമയത്ത് പ്രചാരം ലഭിച്ചതുകൊണ്ട് ആ സ്ത്രീയെ ഇത് ശരിയാണെന്നുള്ള രീതിയിൽ വന്നപ്പോൾ അവരെ തട്ടിക്കൊണ്ടുപോയതിന് രേവണ്ണയുടെ ഭാര്യ ഭവാനിയും അവരും പ്രതിയായിട്ട് മറ്റൊരു കേസ് കൂടെയുണ്ട്. ഇപ്പോഴേ പ്രജ്വൽ രേവണ്ണയ്ക്ക് അവിടുത്തെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതിയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. അവര് 48 വയസ്സുള്ള ഇദ്ദേഹത്തിന്, പ്രജ്വൽ രേവണ്ണയ്ക്ക് 47 വയസ്സുണ്ട്. ഫാം ഹൗസിൽ ജോലിക്കാരി കൊണ്ടുപോയി പീഡിപ്പിച്ച അവർക്ക് 48 വയസ്സുണ്ട്. മുൻ MP കൂടിയായ പ്രജ്വൽ രേവണ്ണ ഈ സംഭവം വാർത്ത വന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നപ്പോൾ അദ്ദേഹം ഇന്ത്യ വിട്ടു വിദേശത്തേക്ക് കടന്നു കളഞ്ഞു. പിന്നീട് വിദേശത്ത് നിന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. അദ്ദേഹം കോടതിയിലെ ഇന്ന് അദ്ദേഹത്തിന് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും ഈ ഒരു കേസിൽ വിധിച്ചു. ഇതേ രീതിയിലുള്ള 3 കേസുകളുണ്ട്. മറ്റു 3 ജോലിക്കാരിയും പീഡിപ്പിച്ചതായിട്ട് അവരും പരാതി കൊടുത്തിട്ടുണ്ട്. അതിലും ഇദ്ദേഹം പ്രതിയാണ്. കോടതിയിലെ അദ്ദേഹം അപേക്ഷിച്ചു തന്നെ ചെറിയ ശിക്ഷ നൽകണം. കാരണം താൻ രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുത്ത് അങ്ങനെ പറ്റിപ്പോയതാണ് ഇത്. തൻ്റെ ശത്രുക്കളാണ് ഇങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചതെന്നും അതുകൊണ്ടാണ് താനിപ്പം ജയിലിൽ കിടക്കുന്നതെന്നും 14 മാസത്തിനകം സംഭവത്തിന് ശേഷം കോടതി വിധി പ്രസ്താവിക്കുകയും ചെയ്തു. വളരെ ഫാസ്റ്റായിട്ട് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയി. അവർ കുറ്റചാർജ് കൊടുത്തു. കോടതി പെട്ടെന്ന് ട്രയൽ നടത്തി ശിക്ഷിക്കുകയും. ആ ശിക്ഷയ്ക്ക് മുമ്പിൽ എന്തെങ്കിലും പറയാനുണ്ടെന്ന് MP ചോദിച്ചപ്പം 6 മാസമായി ഞാൻ കുടുംബത്തെയും അച്ഛനെയും അമ്മയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പൊട്ടിക്കരച്ചതായിട്ടാണ് വാർത്ത വരുന്നത്. 2 തവണ ഇവരെ ഫാം ഹൗസിലും 1 തവണ ബസവനഗുഡിയിലെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. മൊബൈലിൽ ഈ MP തന്നെ ചിത്രീകരിച്ചു. അവിടെയാണ് അബദ്ധമായി പോയത്. പുള്ളിക്കാരൻ തന്നെ ചിത്രീകരിച്ചത്. അത് ഇലക്ഷൻ സമയത്ത് എതിർകക്ഷികളും ശത്രുപക്ഷങ്ങളും അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ആ സ്ത്രീയെ കേസുമായിട്ട് മുന്നോട്ട് വന്നു. അവര് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കാരണം പറയാതിരുന്നതാണ്. അവര് കേസ് മുന്നോട്ട് കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിലിപ്പം ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. ഇതേ രീതിയിലുള്ള ശിക്ഷ 3 എണ്ണങ്ങളെ ഒന്നിനു പുറകെ ഒന്നുകൂടെ വരുന്നുണ്ട്. ആദ്യം 4 റേപ്പ് കേസുകളാണ് അദ്ദേഹത്തിനെതിരായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ കേസിൽ ഇദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ജീവപര്യന്തം വരെ തടവും 5 ലക്ഷം രൂപയും. മറ്റു 3 കേസുകൾക്ക് ഇതേ ഗതി തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രജ്വലിന്റെ പിതാവും MLAയുമായ HD രേവണ്ണയും മാതാവ് ഭവാനിയും രേവണ്ണയും എതിരായി ഈ സ്ത്രീയെ അവരുടെ വസതിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതും നടക്കും. 2024 ഏപ്രിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആണ് അശ്ലീല വീഡിയോ ഈ സ്ത്രീയെ പീഡിപ്പിക്കുന്നത് പ്രചരിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രചാരം ലഭിച്ചത്. അതോടുകൂടിയാണ് ഇദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്തു. ഒന്നിനു പുറകെ മറ്റു 3 കേസും കൂടെ. 4 സ്ത്രീകളെ പീഡിപ്പിച്ചതിനാണ് കേസ് വരുന്നത്. അതുകൊണ്ട് 4 ജീവപര്യന്തം തടവ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹത്തിന് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന സംശയമാണ്. കാരണം അടുത്ത ട്രയലും അതിന്റെ കംപ്ലീഷനും വരാൻ പോകുന്നു. 3 കേസിനകത്തും ചിലപ്പോൾ 3 ജീവപര്യന്തം കൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വെറും 47 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനായ ഈ MP തന്റെ രാഷ്ട്രീയത്തിന്റെ അതിമോഹം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന്
തന്റെ ശത്രുക്കൾ തനിക്കെതിരായിട്ട് പ്രചരണം നടത്തിയത് കൊണ്ടാണ് തനിക്ക് ഗതി വന്നതെന്നൊക്കെയുള്ള രീതികൾ വാദഗതികൾ കോടതിയിൽ പറഞ്ഞു. ജനപ്രതിനിധികളെ പ്രത്യേക കോടതിയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങനെയുള്ള കോടതി ഏതായാലും കേരളത്തിലില്ല, അവിടെ ഉണ്ട്. ആ കോടതിയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. അത് ദേവഗൌഡയ്ക്കും അദ്ദേഹത്തിന്റെ മകനും ഒക്കെ വലിയ മാനഹാനി ഉണ്ടാക്കിയ ഒരു കേസ് തന്നെയായിരുന്നു ഇത്.